ഇമാജിൻ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എണീക്കണേണ്. നിങ്ങളുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവുമോ? ഇപ്പോൾ സോഷ്യൽ മീഡിയാസിലായാലും അല്ലെങ്കിൽ പല റീൽസിലായാലും എല്ലാവരും പറയാറുള്ള കാര്യമാണ്, ഈ 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ലൈഫ് പിന്നെ സെറ്റായിരിക്കും, അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പോയാൽ നമ്മൾ എന്തായാലും ലൈഫിൽ സക്സസ്ഫുൾ ആവും അല്ലെങ്കിൽ നല്ലൊരു നിലയിൽ എത്തുമെന്നാണ് മിക്ക ആൾക്കാരും പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ട്രൂത്തിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ ഇറ്റ്സ് മീ അലൻ, ലെറ്റ്സ് ഹാവ് സം റിയൽ ടോക്സ്. ആദ്യം എൻ്റെ സ്റ്റോറി എന്ന് തന്നെ പറയാം. ഈ ഒരു കാര്യം, ഞാൻ ഈ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്തൊക്കെ ഞാനും ഇതേപോലെ തന്നെ യൂട്യൂബ് വീഡിയോസിലും ഷോർട്സിലും മോട്ടിവേഷണൽ ആ ഒരു ലോങ് വീഡിയോസിലേക്ക് കണ്ടിട്ട് ഞാനും വിചാരിച്ചെന്തോ 5 AM എണീറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 5:30 എണീറ്റ് കഴിഞ്ഞാൽ ഓവറോൾ ലൈഫിൽ കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നല്ല നിലയിലേക്ക് എത്താൻ പറ്റും, കുറേ കാര്യങ്ങൾ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ഞാൻ ആ ഒരു സമയത്ത് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഒരു ഡിസിഷൻ എടുത്ത്, ഇങ്ങനെ 5:30 ഇനി മുതൽ എണീക്കണം, കാര്യങ്ങളൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം, ഇപ്പോൾ എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ അലാറമൊക്കെ സെറ്റ് ചെയ്ത് ഡെയിലി എണീക്കുമായിരുന്നു ഈ ഒരു 5:30 എന്ന് പറഞ്ഞ സമയത്ത്. എണീറ്റ് കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബുക്സ് വായിക്കും, അതുപോലെ തന്നെ പഠിക്കാനുള്ള കാര്യങ്ങൾ ഡെയിലി ഞാൻ വായിക്കുമായിരുന്നു. ഇപ്പോൾ കോളേജിലേക്കുള്ളതായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്കാനുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ തന്നെ ചെയ്ത് മാക്സിമം തീർക്കാനായിട്ട് നോക്കുമായിരുന്നു ആ ഒരു മോർണിംഗ് ടൈമിൽ തന്നെ. അപ്പോൾ അങ്ങനെ ആ ഒരു റൊട്ടീൻ, ആ ഒരു 5:30 എണീക്കുക, വർക്ക് ചെയ്യുക, അങ്ങനത്തെ ഒരു റൊട്ടീൻ എന്ത് ചെയ്ത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടും പോയി കുറേ നാൾ, ഏകദേശം ഒരു 6 മാസത്തോളമൊക്കെ. അപ്പോൾ ഈ ഒരു സമയം, ഈ ഒരു പീരീഡിൽ എന്ന് വെച്ചാൽ ആ ഒരു വർക്കൊന്നും എനിക്ക് അത്ര ഒരു ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് ചെയ്യാൻ പറ്റണമെന്നില്ലായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ ഉറക്കം വരും, നല്ലോണം ഉറക്കം വരും. ഇപ്പോൾ പ്രോപ്പറായിട്ട് ബോഡിക്ക് സ്ലീപ്പ് കൊടുത്തിട്ടാണെങ്കിലും എനിക്ക് ഉറക്കം വരുമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ബെഡിൽ നിന്ന് എണീക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ആ ഒരു ഇതിൽ എണീറ്റ് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യാനിരിക്കും, പക്ഷേ ആ ഒരു ഫോക്കസ് പ്രോപ്പറായിട്ട് കിട്ടണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു 5:30 റൊട്ടീൻ കുറേ നാളായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് പോകണമായിരുന്നു. സോ ആ ഒരു സമയത്ത് ഏകദേശം കോളേജിൻ്റെ ആ ഒരു സെം എക്സാമിൻ്റെ ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ പിറ്റേ ദിവസം പരീക്ഷയാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് പഠിച്ചിട്ടുണ്ട്, എന്നാലും ഉറങ്ങി, ഉച്ചയ്ക്ക് കുറച്ച് നേരമൊക്കെ കിടന്ന് ഉറങ്ങി, അത്യാവശ്യം ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ രാത്രി ആ സമയത്ത് പഠിക്കായിരുന്നു, പിന്നെ അങ്ങാട് ഉറക്കം വന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും നാളെ എക്സാമാണ്, പഠിച്ചേക്കാന്ന് ഓർത്ത് അങ്ങനെ ഇരുന്ന് പഠിച്ച് ഏകദേശം ഒരു 11 മണി തൊട്ട് എന്ത് ചെയ്ത് പഠിത്തം സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു രാത്രി പഠിത്തം തുടങ്ങി. ഏകദേശം ഒരു 11 മണിക്ക് ഞാൻ പഠിക്കായിരുന്നു. 11 മണി, 12, 1, 2, 3, 4 മണി വരെ ഞാൻ പ്രോപ്പറായിട്ടിരുന്ന് പഠിച്ച്. ഈ ഒരു സമയത്ത് എന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റെ പോർഷൻസ് എനിക്ക് കവർ ചെയ്യാൻ പറ്റും. രാവിലെ എങ്ങനെയാണോ പഠിക്കുന്നത് അതിൻ്റെ ഡബിൾ പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, എനിക്ക് നൈറ്റ് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റി. അതിലൂടെ ലേറ്റ് ആയിട്ടാണെങ്കിലും ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, ഞാനൊരു മോർണിംഗ് പേഴ്സൺ അല്ല, ഒരു നൈറ്റ് ഔൾ ആണെന്നുള്ള കാര്യം. ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് വരും, നിങ്ങളിപ്പോൾ ഒരു മോർണിംഗ് പേഴ്സൺ ആണോ അല്ലെങ്കിൽ ഒരു നൈറ്റ് ഔൾ ആണെന്നുള്ള കാര്യം. സോ ഇത് നമുക്ക് കുറച്ച് കാര്യങ്ങളിലൂടെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഞാനത് പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്, നമ്മൾ മോർണിംഗ് പേഴ്സൺ ആണോ അല്ലെങ്കിൽ ഒരു നൈറ്റ് ഔൾ ആണെന്നുള്ള കാര്യം. സോ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇഫ് യു ആർ എ മോർണിംഗ് പേഴ്സൺ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൂടി റിലേറ്റബിൾ ആയിരിക്കും അല്ലെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങളൊരു മോർണിംഗ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അലാറം ഇല്ലാണ്ട് രാവിലെ തന്നെ എണീക്കും. ചിലപ്പോൾ ആരും നിങ്ങൾ ആ ഒരു മോർണിംഗ് ടൈമിന് വന്ന് വിളിക്കേണ്ട കാര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർ ടൈം വേണ്ടിയൊന്നും വരില്ല. നിങ്ങൾ ആ ഒരു കറക്റ്റ് ടൈം ഉണ്ടല്ല, മോർണിംഗ് ആ ഒരു ടൈം, ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എണീക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഏകദേശം 6 മണി തൊട്ട് 11 മണി വരെ ആയിരിക്കും മോർണിംഗിൽ. ഈ ഒരു സമയത്തായിരിക്കും കൂടുതലായിട്ട് ഈ മോർണിംഗ് പേഴ്സൺ ആക്റ്റീവായിട്ട് ഉണ്ടാകുന്നത്. അതല്ല നിങ്ങളൊരു നൈറ്റ് ഔളാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കാം. അതിൽ ഫസ്റ്റ് കാര്യം, ഏർലി മോർണിംഗ് എണീക്കാൻ ഈ നൈറ്റ് ഔൾസിന് പൊതുവെ ഒരു മടിയായിരിക്കും. ഇപ്പോൾ ബേസിക്കലി എല്ലാവർക്കും മടിയാണ് രാവിലെ എണീക്കാൻ. ബട്ട് ഈ ഒരു കേസിൽ നോക്കണമെങ്കിൽ, നൈറ്റ് ഔൾസിൻ്റെ കേസിൽ നോക്കണമെങ്കിൽ അവർക്ക് കുറച്ചും കൂടി മടി ഫീൽ ചെയ്യും ഈ രാവിലെ എണീക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ഏർലി മോർണിംഗിന് എണീക്കുമ്പോൾ. ഈവൻ ഒരു ഗുഡ് സ്ലീപ്പ് അവരുടെ ബോഡിക്ക് കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് ആ ഒരു സമയത്ത് ഭയങ്കര മടി ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നൈറ്റ് ഔൾസിൻ്റെ ബ്രെയിൻ എന്ന് വെച്ചാൽ ഏകദേശം ഒരു രാത്രി 8 മണി തൊട്ട് ഒരു 1 മണി വരെ അത്യാവശ്യം നല്ല ഹൈപ്പർ ആക്റ്റീവായിട്ട് തന്നെ നിൽക്കും. ആ ഒരു സമയത്ത് നിങ്ങളുടെ വർക്കായാലും നിങ്ങളുടെ സ്റ്റഡീസ് ആയാലും നിങ്ങളുടെ ആ ഒരു വേറെ ഏത് കാര്യമായാലും നല്ല പ്രൊഡക്റ്റീവായിട്ടും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളൊരു നൈറ്റ് ഔൾ ആണോ അല്ലെങ്കിൽ ഒരു മോർണിംഗ് പേഴ്സൺ ആണോ എന്നുള്ള കാര്യം. ലൈഫിൽ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ രാവിലെ 5 മണിക്ക് എണീക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? അതായത് 2 ആൾക്കാരെ ഇവിടെ എക്സാമ്പിളായിട്ട് എടുക്കാം. ഒരാളെന്ന് വെച്ചാൽ രാവിലെ 5 മണിക്ക് ഡെയിലി എണീക്കുന്നുണ്ട്. രണ്ടാമത്തെ ആളെന്ന് വെച്ചാൽ 9 മണി ഏകദേശം ഒരു മോർണിംഗ് സമയത്തൊക്കെ എണീക്കുന്നുണ്ട്. ഫസ്റ്റത്തെ ആൾ 5 മണിക്ക് എണീറ്റിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഓവറായിട്ട് സോഷ്യൽ മീഡിയാസ് സ്ക്രോൾ ചെയ്യും. ഒട്ടും യൂസ്ഫുൾ അല്ലാത്ത അല്ലെങ്കിൽ ലൈഫിൽ ഒട്ടും ഗുണമില്ലാത്ത കാര്യങ്ങൾ കുറേ കണ്ട് അല്ലെങ്കിൽ കുറേ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത സമയങ്ങൾ. ബട്ട് രണ്ടാമത്തെ ആൾ രാവിലെ 5 മണിക്കൊന്നും എണീക്കാനുള്ള ഒരു 9 മണി സമയം മോർണിംഗിൽ എണീക്കാനുള്ളത്. ബട്ട് ഈ ഒരു പേഴ്സണോട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മോർണിംഗ് തന്നെ അത്യാവശ്യം പ്രൊഡക്റ്റീവായിട്ട് മൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഫോൺ ഉണ്ടാവില്ല, സോഷ്യൽ മീഡിയാസ് ഒന്നും ഉണ്ടാവില്ല, ഓൺലി വർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഈ 2 പേരിൽ ആരാണ് അവരുടെ ആ ഒരു ഡേ പ്രൊഡക്റ്റീവ് ആക്കിയത്? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 9 മണിക്ക് എണീറ്റ ആളാണ്. അതായത് നമ്മളിപ്പോൾ 5 മണിക്ക് എണീറ്റാലും അല്ലെങ്കിൽ രാവിലെ 6 മണിക്ക് എണീറ്റാലും നമ്മൾ ആ ഒരു വർക്കിംഗ് അവേഴ്സ് പ്രൊഡക്റ്റീവ് ആക്കില്ലെങ്കിൽ അവർ എണീറ്റാലും ഒരു കാര്യം ഉണ്ടാവില്ല.
ഇവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ടൈം നമ്മളത് വാല്യുബിൾ ആക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിപ്പോൾ ഏർലി മോർണിംഗ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഓവർ നൈറ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു സമയം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ അതിലാണ് കാര്യം. അല്ലാണ്ട് ഇപ്പോൾ രാവിലെ എണീറ്റെന്നും പറഞ്ഞ് അല്ലെങ്കിൽ 6 മണിക്ക് എണീറ്റെന്നും പറഞ്ഞ് അല്ലെങ്കിൽ 5 മണിക്ക് എണീറ്റെന്നും പറഞ്ഞ് നമ്മൾ ഒരിക്കലും ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ പോകുന്നില്ല.